ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യലായിട്ടുള്ള കുറച്ച് പുഡിങ്ങിൻ്റെ റെസിപ്പികളാണ്. അപ്പോൾ ഇതിൽ കുറച്ചധികം പുഡിങ്ങിൻ്റെ റെസിപ്പികൾ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വരികയാണല്ലോ, അപ്പോൾ ഇതിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളതും അല്ലെങ്കിൽ പാർട്ടികൾക്കൊക്കെ വിളമ്പാൻ പറ്റിയിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കുറച്ച് പുഡിങ്ങിൻ്റെ റെസിപ്പീസാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക. നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നവാബി ഷമായി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റൗവിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 2.5 കപ്പ് മിൽക്ക് ഒഴിച്ചിട്ട് കൊടുക്കുകയാണ്. നോർമൽ മിൽക്ക്, ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ ഒഴിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 1 കപ്പ് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഞാനിവിടെ ഒരു ക്രീമാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ക്രീം ഞാൻ ഒരു പക്കിൻ്റെ ക്രീം ഉണ്ടല്ലോ, തിക്ക് ക്രീം, അതാണ് ആഡ് ചെയ്യുന്നത്. ഇനി അതില്ല എന്നുണ്ടെങ്കിൽ നോർമൽ ഫ്രഷ് ക്രീമോ എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് കൊടുത്താൽ മതി. കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്താലും മതി. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം നല്ലോണം മിക്സ് ആക്കിയിട്ട് കൊടുക്കുക. നെക്സ്റ്റ് നമ്മളിതേക്ക് ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതൊന്ന് തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കോൺഫ്ലവർ, അതായത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് പാലിൽ മിക്സ് ആക്കിയിട്ട് ഈ ഒരു മിക്സിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലോണം ഒന്ന് പാകത്തൊരു തിക്കായിട്ട് വരുമല്ലോ. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം നല്ലോണം ഇത് മിക്സ് ആക്കിയതിൻ്റെ ശേഷം പിന്നെ നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു ട്രേയിലോട്ട് ഈ ഒരു മിക്സിനെ മാറ്റി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയറായിട്ട് ഈ ഒരു പുഡിംഗ് മിക്സിനെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം പിന്നെ നെക്സ്റ്റ് വേറൊരു പാന് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ ഒരു തിന്നായിട്ടുള്ള വെർമിസെല്ലി ഉണ്ടല്ലോ, ഇതുപോലെ പാക്കായിട്ടും റോസ്റ്റഡ് ആയിട്ടൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു വെർമിസെല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നല്ലോണം റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഷുഗറാണ് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു 1/4 കപ്പ് ഷുഗറും അതിലേക്ക് 2 ഏലക്കായ കൂടെ നല്ലോണം മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു മിക്സിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ ജസ്റ്റ് നല്ലോണം മിക്സ് ആക്കിയിട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് പാൽപ്പൊടിയും കൂടെ ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടി ചേർത്ത് കൊടുത്താൽ ഇതൊരു ഒരു എക്സ്ട്രാ ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു വെർമിസെല്ലിയുടെ മിക്സ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോഴേക്ക് നമ്മുടെ ഈ ഒരു പുഡിങ്ങിൻ്റെ മിക്സ് നല്ലോണം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ വെർമിസെല്ലിയുടെ ആ ഒരു മിക്സ് അതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് തന്നെ നമുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പറ്റും. എന്നിട്ട് നമുക്ക് ഇതിട്ട് കൊടുത്തതിൻ്റെ ശേഷം പിന്നെ നമുക്ക് ഡെക്കറേഷൻ എന്താണോ, അതായത് നട്ട്സോ കാര്യങ്ങളോ എന്താ ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിലുള്ളതനുസരിച്ചിട്ട് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്തിട്ട് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് പിസ്താഷ്യൂ കട്ട് ചെയ്തത് ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി രണ്ടാമത്തെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ക്യാരറ്റ് കസ്റ്റാർഡ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ക്യാരറ്റ് ഹൽവ, അതായത് ക്യാരറ്റ് ഹൽവ എല്ലാവർക്കും അറിയുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു സെയിം മെത്തേഡിലെല്ലാം നമ്മൾ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റൗവിൽ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം ഒരു 2 വലിയ ക്യാരറ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നല്ലോണം ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ട് ആ ഒരു നെയ്യിൽ ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് മിൽക്ക് ഒഴിച്ചെടുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള 2 ടേബിൾ സ്പൂൺ ഷുഗറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മധുരമൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്യുക. പിന്നെ കണ്ടൻസ് മിൽക്കും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് കണ്ടൻസ് മിൽക്ക് കൂടെ ചേർത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നല്ലോണം റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നന്നായിട്ട് വെന്ത് വരണം, അപ്പോൾ അതിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മിൽക്ക് മിക്സാണ് നമ്മൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഒരു പാന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് മിൽക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കസ്റ്റാർഡ് പൗഡറാണ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറിൻ്റെ ആവശ്യമുള്ളൂ. ഭയങ്കരമായിട്ട് തിക്കാവണം എന്നൊന്നുമില്ല, ഒരു ക്രീമി ടെക്സ്ചറാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇതുപോലെ കുറച്ച് മിൽക്ക് എടുത്തിട്ട് അതിൽ മിക്സാക്കി കൊടുത്തതിൻ്റെ ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സാക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1/2 ടിന്ന് കണ്ടൻസ് മിൽക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂൺ ഷുഗറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് പുഡിങ് ആണ് ചെയ്യുകയാണെങ്കിലും അതിൽ ഷുഗർ ഒക്കെ നമ്മൾ തന്നെ ടെസ്റ്റ് ചെയ്തിട്ട് അതനുസരിച്ചിട്ട് ആഡ് ചെയ്യാവുന്നതാണ്.
പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കണ്ടൻസ് മിൽക്ക് കുറച്ച് ക്രീം ചീസും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ക്രീം ചീസ് ചേർത്ത് കൊടുത്താൽ ഈ ഒരു മിക്സ് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. ഒരു ക്രീം ചീസിൻ്റെ ആ ഒരു സോൾട്ടി ആയിട്ടുള്ള ആ ഒരു ടേസ്റ്റ് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് മൊത്തത്തിൽ ഈ ഒരു മിക്സ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു മിൽക്ക് മിക്സ് ഞാൻ ഈ ഒരു പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടില്ല. കാരണം ആദ്യം തന്നെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ക്യാരറ്റിൻ്റെ ഹൽവ പോലത്തെ ആ ഒരു ലെയർ ഉണ്ടല്ലോ, അതാണ് നമ്മൾ ഫസ്റ്റിൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നേരെ ഓപ്പോസിറ്റിൽ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. കാരണം ആദ്യം മിൽക്ക് മിക്സ് ഒഴിച്ചിട്ട് മുകളിൽ ക്യാരറ്റ് മിക്സ് ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ അതിൻ്റെ മുകളിലാണ് ഈ ഒരു മിൽക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഡെക്കറേഷനായിട്ട് കുറച്ച് പിസ്താഷ്യൂ കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു രണ്ടും കൂടെ, അതായത് ആ ഒരു ക്യാരറ്റ് ഹൽവയും പിന്നെ ആ ഒരു മിൽക്ക് കണ്ടൻസ് കസ്റ്റാർഡ് മിക്സും കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്ത പുഡിങ്ങിലോട്ട് നമുക്ക് പോവാം. അപ്പോൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ കുൽഫി പുഡിങ്ങാണ്. അപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ള അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ലാത്ത കുൽഫി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള പാല് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള നട്ട്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നട്ട്സ് 3 കൂടെ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ഏലക്കായ കൂടെ ചേർത്തിട്ട് നല്ലോണം പൗഡറാക്കിയിട്ട് എടുക്കുക. മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുക. എന്നിട്ട് ഒരു ഏകദേശം 2.5 കപ്പ് പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആ ഒരു നട്ട്സിൻ്റെ പൗഡർ അതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ കസ്റ്റാർഡ് പൗഡറാണ്. അപ്പോൾ കുൽഫി പുഡിംഗ് ആകുമ്പോൾ എന്തായാലും കസ്റ്റാർഡ് പൗഡർ കുറച്ച് ആഡ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ കുറച്ച് പാലിൽ മിക്സ് ആക്കിയിട്ട് ഈ ഒരു പാലിൻ്റെ മിക്സിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഷുഗറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 3/4 കപ്പോളം ഷുഗർ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കണ്ടൻസ് മിൽക്കും കൂടെ ചേർക്കുക. അപ്പോൾ ഒരു 1/2 ടിന്ന് കണ്ടൻസ് മിൽക്കും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ഏകദേശം 5 ഗ്രാമോളം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. അധികം ചൈന ഗ്രാസിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 5 ഗ്രാം ചൈന ഗ്രാസ് കുറച്ച് വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ടും അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ പുഡിംഗ് മിക്സ് ഈ ഒരു ട്രേയിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് അതിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നട്ട്സ് പൊടിച്ചതോ എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അതനുസരിച്ചിട്ട് ഡെക്കറേഷൻ ചെയ്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുൽഫി പുഡിംഗ് റെഡിയാവും. അപ്പോൾ ഞാനിവിടെ കുറച്ച് പിസ്താഷ്യൂ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് അടുത്തതായിട്ട് നമ്മൾ സിമ്പിളായിട്ടുള്ള സ്ട്രോബെറി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതും തന്നെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സ്ട്രോബെറി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു കപ്പോളം ഒരു 8-10 സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് ക്രഷാക്കി, അതായത് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് ഷുഗറും കൂടെ ചേർത്തിട്ട് നല്ലോണം വെള്ളം ഒഴിക്കണ്ട, ഇതുപോലെ നല്ലോണം ഒന്ന് വേവിച്ചിട്ടെടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ജാമ് പോലെ, അതായത് സ്ട്രോബെറി ക്രഷൊക്കെ ഉണ്ടല്ലോ, സ്ട്രോബെറി ക്രഷ് റെഡിയാക്കിയിട്ടെടുക്കുക. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കൂളാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ചൈന ഗ്രാസ് മെൽറ്റ് ആക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 5 ഗ്രാമോളം ചൈന ഗ്രാസ് എടുത്തിട്ടുള്ളൂ. കുറച്ച് ചൈന ഗ്രാസ് കുറച്ച് വെള്ളത്തിൽ ഇതുപോലെ നല്ലോണം മെൽറ്റ് ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള മിൽക്ക് മിക്സ് റെഡിയാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 കപ്പ് മിൽക്ക് മിക്സ് റെഡിയാക്കുന്നുള്ളൂ. ചെറിയൊരു ഇതിലാണ് നമ്മൾ പുഡിംഗ് ട്രേയിലാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള കണ്ടൻസ് മിൽക്കും ഷുഗറും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മെൽറ്റാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചൈന ഗ്രാസ് ഉണ്ടല്ലോ, അതും കൂടെ ചേർത്തിട്ട് ഈ ഒരു ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ട്രേയിലേക്ക് ഇത് കറക്റ്റായിട്ട്, ചെറിയൊരു ട്രേ ആണ്, അപ്പോൾ ഇതിലേക്ക് കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് സെറ്റാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് നല്ലോണം കൂളായി സെറ്റായതിൻ്റെ ശേഷം പിന്നെ നമ്മളതിൻ്റെ മുകളിലെ ആ ഒരു സ്ട്രോബെറിയുടെ ആ ഒരു ക്രഷ് ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. എല്ലാം കൂടെ മിക്സായിട്ട് നമുക്ക് 2 ലെയറായിട്ട് കിട്ടില്ല. അപ്പോൾ നമുക്കിങ്ങനെ 2 ലെയറായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ലോണം സെറ്റായതിൻ്റെ ശേഷം നമ്മൾ ആ ഒരു സ്ട്രോബെറി ക്രഷ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതും ഇതുപോലെ നല്ലോണം സെറ്റാക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നല്ലോണം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായതിൻ്റെ ശേഷം മാത്രം കട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്ട്രോബെറി മിൽക്ക് പുഡിങ്. അപ്പോൾ കുട്ടികളുടെയൊക്കെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള പുഡിങ് ആയിരിക്കും ഈ ഒരു സ്ട്രോബെറി ആയതുകൊണ്ട് തന്നെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കുക. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് പുഡിങ്ങിലോട്ട് പോകാം. അടുത്തതായിട്ട് നമ്മൾ പൈനാപ്പിൾ ബിസ്ക്കറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മിൽക്ക് മിക്സാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ഏകദേശം 1.5 കപ്പോളം മിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.
എന്നിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള കോൺഫ്ലവറാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ചൊരു തണുത്ത മിൽക്കിൽ മിക്സാക്കി കൊടുത്തതിൻ്റെ ശേഷം ആ ഒരു മിൽക്ക് മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഷുഗറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു 1/2 കപ്പ് ഷുഗർ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു മിൽക്ക് മിക്സ്. പിന്നെ നമുക്ക് പുഡിംഗ് അസംബിൾ ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഈ ഒരു മാരി ലൈറ്റിൻ്റെ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കോഫി റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതായത് കുറച്ച് ഷുഗറും കുറച്ച് ചൂടുവെള്ളത്തിൽ നമ്മുടെ നോർമൽ കോഫി, മിൽക്കല്ല, വെള്ളത്തിലില്ല നോർമൽ കോഫി റെഡിയാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ബിസ്ക്കറ്റ് ലെയർ സെറ്റാക്കി കൊടുക്കുക. അതായത് ആ ഒരു കോഫിയിൽ ഡിപ്പ് ചെയ്യുക. ഒരു ട്രേ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ബിസ്ക്കറ്റ് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് നമ്മളിതുപോലെ പൈനാപ്പിൾ കട്ട് ചെയ്തിട്ട് പഞ്ചസാരയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പൈനാപ്പിളിൻ്റെ ആ ഒരു മിക്സ് ഏകദേശം ഞാനൊരു 2 കപ്പോളം പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് പൈനാപ്പിളും അതിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, അതിൽ നിന്ന് വരുന്ന ആ ഒരു വെള്ളം കൂടെ ആകുമ്പോൾ അതിന് നല്ല ഫ്ലേവർ ആയിരിക്കും. ആ ഒരു പഞ്ചസാരയും പൈനാപ്പിളും കൂടെ ഉള്ള ആ ഒരു മിക്സും കൂടെ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മിൽക്ക് മിക്സ് ഉണ്ടല്ലോ, ആ ഒരു മിൽക്ക് മിക്സ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. കാരണം ഈ ഒരു ഒറ്റ ലെയറിലേ നമ്മൾ മിൽക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ വീണ്ടും ആ ഒരു ബിസ്ക്കറ്റ് ലെയർ തന്നെ അതുപോലെ വെച്ച് കൊടുക്കുക. കോഫിയിൽ ഡിപ്പ് ചെയ്യുക, ബിസ്ക്കറ്റ് അതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് തന്നെ ചെയ്യുക. അതായത് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പൈനാപ്പിളിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, പൈനാപ്പിൾ വിളയിച്ച് വെച്ചിട്ടുള്ള ആ ഒരു അത് നമ്മൾ ഇതിൻ്റെ മുകളിലേക്കായിട്ട് വീണ്ടും ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഫൈനലായിട്ട് ഇതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കുന്നത് വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ വിപ്പിംഗ് ക്രീം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റിഫ് പീക്സ് ആക്കി എടുക്കുക, നല്ലോണം ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഈ ഒരു ക്രീം ലെയറും കൂടെ വരുമ്പോഴാണ് ഈ ഒരു പുഡിങ്ങിന് ഒരു പ്രത്യേക ഒരു റിച്ച് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഈ ഒരു ക്രീം ലെയർ എന്തായാലും ഒഴിവാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി അല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം നമ്മൾ താഴെ കൊടുത്തിട്ടുള്ള ആ ഒരു മിൽക്ക് മിക്സ് ഒഴിച്ചു കൊടുത്താലും ടേസ്റ്റ് ഉണ്ടാവും. എന്നാലും വിപ്പിംഗ് ക്രീം ആയാൽ എക്സ്ട്രാ ഒരു ക്രീമി ടെക്സ്ചർ കിട്ടും. അപ്പോൾ ഇത് നല്ലോണം സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പിന്നെ ബാക്കിയുള്ള ആ ഒരു ഇതുണ്ടല്ലോ, പൈനാപ്പിളിൻ്റെ ആ ഒരു പൈനാപ്പിൾ ചെയ്ത് വെച്ചിട്ടുള്ള, അപ്പോൾ അതിൻ്റെ മുകളിലേക്കായിട്ട് വീണ്ടും ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഫൈനലായിട്ട് ഞാനിവിടെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ അതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നതിന് നട്ട്സോ എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി അല്ലാന്നുണ്ടെങ്കിൽ പൈനാപ്പിൾ മാത്രമായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു പുഡിങ്ങും ഈ ഒരു നല്ല ടേസ്റ്റിയാണ് ഈ ഒരു പൈനാപ്പിൾ പുഡിങ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു ചോക്ലേറ്റ് റെസ്ലെച്ചസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതും നമുക്ക് പാർട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ്. നമ്മൾ ഈ ഒരു കേക്ക് ചെയ്യുക. അതായത് നമുക്ക് ഇതുപോലെ ഒരുപാട് ഫ്ലേവറിൽ നമ്മൾ റെസ്ലെച്ചസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു ചോക്ലേറ്റ് സ്പഞ്ച് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള മിക്സാണ് റെഡിയാക്കുന്നത്. അപ്പോൾ കുറച്ച് മിൽക്ക് എടുത്തിട്ടുണ്ട്. കുറച്ച് കണ്ടൻസ് മിൽക്കും വിപ്പിംഗ് ക്രീമും കൂടെ നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗനാഷും കൂടെ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്, ആ ഒരു ചോക്ലേറ്റ് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ മുകളിലേക്കായിട്ട് ജസ്റ്റ് ഫോർക്ക് വെച്ചൊന്ന് കുത്തി കൊടുക്കുക. കാരണം നല്ലോണം കേക്ക് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു മിൽക്ക് മിക്സിനെ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തിട്ടെടുക്കുക. ഇവിടെ കുറച്ച് ഒരു ചോക്ലേറ്റ് ഗനാഷും കൂടെ ആ ഒരു കേക്കിൻ്റെ മുകളിലേക്കായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ വിപ്പിംഗ് ക്രീമിലേക്ക് ആ ഒരു ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്യുക. അപ്പോൾ ചോക്ലേറ്റ് ക്രീം ആവുമല്ലോ. അപ്പോൾ ആ ഒരു ക്രീം ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇതുപോലെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതും തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസ്ലെച്ചസ് കേക്ക് പുഡിംഗ് ആണ്. എന്നിട്ട് അതിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും പിന്നെ കുറച്ച് ആൽമണ്ടും കൂടെ കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചോക്ലേറ്റ് റെസ്ലെച്ചസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതുപോലെ ഏത് ഫ്ലേവറിലും നമുക്ക് ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാനിവിടെ ഈ ഒരു ഫ്ലേവർ മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് മാംഗോ പുഡിങ്ങിൻ്റെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ സിമ്പിളായിട്ടുള്ള ബ്രെഡ് മാംഗോ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചൈന ഗ്രാസ് മെൽറ്റാക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ 100 ഗ്രാമിൻ്റെ ചൈന ഗ്രാസിൻ്റെ പാക്കിൽ നിന്ന് ഒരു 10 ഗ്രാമോളം ഏകദേശം എടുക്കുന്നുണ്ട്. എന്നിട്ട് ആദ്യം ചൈന ഗ്രാസ് മെൽറ്റാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇതുപോലെ സിസേഴ്സ് വെച്ചിട്ട് ചെറുതാക്കിയിട്ട് കട്ടിയാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മെൽറ്റാക്കിയിട്ട് എടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മിൽക്ക് മിക്സാണ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു 2 കപ്പ് മിൽക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 3/4 കപ്പോളം പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
നെക്സ്റ്റ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കപ്പ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ, ഒരു ടിന്ന് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഞാൻ ഈ ഒരു മിൽക്ക് മിക്സിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. അതനുസരിച്ചിട്ട് ഷുഗർ ആഡ് ചെയ്തിട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള, അതായത് മെൽറ്റാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചൈന ഗ്രാസ് ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അതായത് മാംഗോ പ്യൂരിയാണ്. അപ്പോൾ ഇതുപോലെ പാലിലേക്ക് മാംഗോ പ്യൂരി ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, പുളിയില്ലാത്ത നല്ല മധുരമുള്ള പാല്, അതായത് നല്ല മധുരമുള്ള മാംഗോയുടെ പ്യൂരി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പാലിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ആ ഒരു മാംഗോ പ്യൂരി ചേർത്ത് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. പിന്നെ തിളച്ച പാലിലേക്കും ആഡ് ചെയ്തിട്ട് കൊടുക്കരുത്. ജസ്റ്റ് ചൂടായി വരുമ്പോൾ തന്നെ ആഡ് ചെയ്യുക, പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ എന്നിട്ടിത് ഒന്ന് ജസ്റ്റ് കൂളാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുഡിങ് അസംബിൾ ചെയ്തിട്ട് എടുക്കുക. ഞാനിവിടെ ഒരു ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ബ്രെഡിൻ്റെ 4 സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ആ ഒരു ബ്രൗൺ പാർട്ട് ഉണ്ടല്ലോ, അതൊക്കെ കട്ട് ചെയ്തിട്ട് ഈ ഒരു ഫസ്റ്റ് ലെയറായിട്ട് ഈ ഒരു ബ്രെഡ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു പുഡിംഗ് മിക്സ് ഞാൻ നല്ലോണം മിക്സിയുടെ ജാറിലിട്ടിട്ട് ആയതിൻ്റെ ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതുപോലെ നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മാംഗോയും പാലും കൂടെ നല്ലോണം മിക്സ് ആയിട്ടല്ലേ ഇതിന് കട്ട പിടിച്ച ഒരു പോലെ ആയിരിക്കുമല്ലോ. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള മാംഗോ ബ്രെഡ് പുഡിങ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഡെക്കറേഷനായിട്ട് ഈ ഒരു മാംഗോ പീസസ് കട്ടിത്തും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമുക്ക് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം നട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും വേണമെങ്കിൽ ആഡ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് പുഡിങ്ങിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ സ്പാനിഷ് ഡിലൈറ്റ് കേക്ക് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല റിച്ച് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് സ്പാനിഷ് ഡിലൈറ്റ് പുഡിങ്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്, പാർട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടില്ല. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള പുഡിങ്ങാണ്. ഇപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനിവിടെ ഒരു സ്റ്റൗവിൽ ഇതുപോലൊരു പാന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഷുഗർ ക്യാരമലൈസ് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ എല്ലാ ഭാഗത്തേക്കുമായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കുക. നമ്മൾ ഇളക്കിയൊന്നും കൊടുക്കണ്ട. അപ്പോൾ അത് താനെ അങ്ങനെ മെൽറ്റ് ആയിക്കോളും. അപ്പോൾ എന്നിട്ട് ഇതിൽ പ്രളയന ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ആൽമണ്ടും കൂടെ ചേർത്തിട്ട് ആറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ അതിലേക്ക് ഒരു മിൽക്ക് മിക്സ് റെഡിയാക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഒരു കപ്പ് മിൽക്കും അതിലേക്ക് കുറച്ച് കണ്ടൻസ് മിൽക്കും കുറച്ച് ബൂസ്റ്റ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് കേക്ക് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മിക്സാണ്. അപ്പോൾ നമ്മൾ കേക്ക് ചെയ്യുകയാണെങ്കിലും പുഡിങ് ചെയ്യുകയാണെങ്കിലൊക്കെ ഈ ഒരു മിക്സാണ് വേണ്ടത് കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ ആ ഒരു വിപ്പിംഗ് ക്രീമും ബീറ്റ് ചെയ്തിട്ടെടുക്കുക. അതിലേക്കും കുറച്ച് ബൂസ്റ്റ് പൗഡർ ആഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ബൂസ്റ്റ് പൗഡർ എന്തായാലും ഈ ഒരു സ്പാനിഷ് ഡിലൈറ്റ് കേക്കിലേക്ക് ആഡ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുന്നത്. എന്നിട്ട് നമുക്കിനി ഇത് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിൻ്റെ ശേഷം പുഡിങ് അസംബിൾ ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു ചോക്ലേറ്റ് സ്പഞ്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ലെയറായിട്ടാണ് നമുക്ക് കേക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഞാനിവിടെ ഒരു 2 കേക്ക് ലെയർ കുറച്ച് അത്യാവശ്യം, അതായത് കേക്ക് അത്യാവശ്യം ഉണ്ടായിക്കോട്ടെ എന്നുള്ള രീതിയിൽ 2 ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു ഫസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മിൽക്ക് മിക്സ് ഉണ്ടല്ലോ, കേക്ക് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മിൽക്ക് മിക്സ് ഇതിലേക്ക് ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ലോണം ഒഴിച്ചു കൊടുക്കണം. കേക്ക് നല്ല സോഫ്റ്റായിട്ട് നല്ല ജ്യൂസി ആയിട്ട് വരണം. അപ്പോൾ അത് ഫുള്ളായിട്ട് തന്നെ ഈ ഒരു കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു മിൽക്ക് മിക്സാണ് ഈ ഒരു കേക്കിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് വരും. പിന്നെ നമ്മൾ നെക്സ്റ്റ് ലെയറായിട്ട് കൊടുക്കേണ്ടത് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു വിപ്പിംഗ് ക്രീമാണ്. അതായത് ബൂസ്റ്റ് പൗഡറും വിപ്പിംഗ് ക്രീമും കൂടെ മിക്സ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ക്രീം ഇതിൻ്റെ മുകളിലേക്കായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് എല്ലാ ഭാഗത്തേക്കുമായിട്ട് ഇതുപോലെ സ്പാച്ചിൽ വെച്ചിട്ട് നല്ലോണം സ്പ്രെഡാക്കി കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ചോക്ലേറ്റ് ഗനാഷാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്കൊരു 1/4 കപ്പോളം വിപ്പിംഗ് ക്രീം ചേർത്തിട്ട് നല്ലോണം ഡബിൾ ബോയിൽ മെത്തേഡിലൂടെ മെൽറ്റ് ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് നല്ലോണം കൂളായതിൻ്റെ ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു മിക്സ് നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ അതായത് പുഡിങ്ങും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മാത്രം ഇതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഇതും എല്ലാ ഭാഗത്തേക്കും ആയിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതും ജസ്റ്റ് ഒന്ന് സെറ്റായതിൻ്റെ ശേഷം പിന്നെ നമ്മളിതിൻ്റെ മുകളിൽ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുക.
അപ്പോൾ അതാ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പ്രളയനുണ്ടല്ലോ അത് നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മളിതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ചോക്ലേറ്റൊക്കെ ഇഷ്ടമാവുന്നവർക്ക് ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു ടൈപ്പ് പുഡിങ്ങാണിത്. ആ ഒരു ഗനാഷും ചോക്ലേറ്റും ക്രീമും എല്ലാം കൂടെ വരുമ്പോഴേക്കും നമ്മുടെ ആ ഒരു കേക്ക് കഴിക്കുന്ന അതിലേറെ ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് സ്പാനിഷ് ഡിലൈറ്റ് പുഡിങ്. അപ്പോൾ ഇത് ആ ഒരു നട്ട്സ് പൊടിച്ചത് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഡെക്കറേഷനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്പാനിഷ് ഡിലൈറ്റ് പുഡിങ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പുഡിങ്ങിലോട്ട് പോവാം. നെക്സ്റ്റ് നമ്മളൊരു നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു മാംഗോ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബിസ്ക്കറ്റും മാംഗോയും ക്രീമും എല്ലാം കൂടെ വരുന്നൊരു മാംഗോ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ഈ മാംഗോ സീസൺ ആയതുകൊണ്ട് തന്നെ ഇതിനൊക്കെ മാംഗോ ഐറ്റംസും മാംഗോ ഡെസേർട്ടൊക്കെ ഒരുപാട് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ. അപ്പോൾ അതൊന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഈ ഒരു പുഡിങ്ങിന് ആവശ്യമായിട്ടുള്ളത്. നമുക്ക് ആദ്യം തന്നെ വേണ്ടത് മാരി ബിസ്ക്കറ്റാണ്. അതായത് ഫ്ലേവർലെസ് ആയിട്ടുള്ള അധികം മധുരമില്ലാത്ത ബിസ്ക്കറ്റ് എടുക്കുക. പിന്നെ കുറച്ച് മാംഗോ പ്യൂരി, അതായത് മാംഗോ കണ്ടൻസ് മിൽക്ക് മാത്രം അടിച്ചെടുത്തത്. പിന്നെ കുറച്ച് മാംഗോ ജ്യൂസും എടുക്കുക. പിന്നെ മാംഗോ കട്ട് ചെയ്തതും വിപ്പിംഗ് ക്രീമും കൂടെയാണ് ഈ ഒരു പുഡിങ്ങിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ ഈ ഒരു ബിസ്ക്കറ്റ് ആ ഒരു മാംഗോ ജ്യൂസിൽ ഇതുപോലെ ഡിപ്പ് ചെയ്തിട്ട് ഫുള്ളായിട്ട് തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ബിസ്ക്കറ്റ് ലെയറാണ്. അപ്പോൾ ആ ഒരു ബിസ്ക്കറ്റ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഇതിൽ സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. അതായത് ഫസ്റ്റ് ലെയറായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീമാണ് ആഡ് ചെയ്തിട്ട് കൊടുക്കുന്നത്. അപ്പോൾ വിപ്പിംഗ് ക്രീം ഞാനൊരു ഏകദേശം ഒരു കപ്പോളം ബീറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരു പകുതിയോളം ഇതുപോലെ സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട് ഈ ഒരു ലെയറിന്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് നല്ലോണം സ്പാച്ചുല വെച്ചിട്ട് ഇതുപോലെ നല്ലോണം ഫിനിഷാക്കി കൊടുത്തതിൻ്റെ ശേഷം പിന്നെ നമ്മൾ ഇതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കുന്നത് മാംഗോ പ്യൂരിയാണ്. അപ്പോൾ ഈ ഒരു മാംഗോ പ്യൂരിയാണ് ഇതിൻ്റെ ഒരു അതായത് ഒരു മാംഗോ ഫ്ലേവർ കൊണ്ടുവരുന്ന ഒരു ലെയർ ഇതാണ്. നല്ല തിക്കായിട്ടുള്ള മാംഗോ പ്യൂരി, നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ആണ്. അപ്പോൾ ഇതെന്തായാലും സ്കിപ്പ് ചെയ്യാതിരിക്കുക, കാരണം ഈ ഒരു ലെയർ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലെയറാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ ബിസ്ക്കറ്റ് അതുപോലെ തന്നെ ചെയ്തെടുക്കുക. അതായത് നമ്മൾ ആ ഒരു മാംഗോ ജ്യൂസിൽ ഡിപ്പ് ചെയ്യുക, അതുപോലെ തന്നെ ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഞാനിവിടെ കുറച്ച് മാംഗോ കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മാംഗോ പീസസ് നമ്മൾ ആ ഒരു കടിക്കുന്ന സമയത്തും ആ ഒരു പുഡിങ് നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ബാക്കിയുള്ള ആ ഒരു വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ അത് ഫുള്ളായിട്ട് തന്നെ ഇതിലേക്ക് സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്പാച്ചുല വെച്ചിട്ട് നല്ലോണം ഫിനിഷ് ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ അടിയിൽ ആ ഒരു ലെയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചൊരു ഡിഫിക്കൽട്ട് ആയിരിക്കും. ഇങ്ങനെ വിപ്പിംഗ് ക്രീം ഒരു വഴിക്ക് പോകണ ആ ഒരു രൂപത്തിലായിരിക്കും. അപ്പോൾ നല്ലോണം ഇങ്ങനെ സ്പ്രെഡാക്കി കൊടുത്താൽ മതി. പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ ഡെക്കറേഷനായിട്ട് ആ ഒരു മാംഗോ പ്യൂരി ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഫിനിഷ് ആക്കിയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇങ്ങനെ ജസ്റ്റ് വരഞ്ഞു കൊടുത്താൽ മതി. ഞാനിവിടെ ജസ്റ്റ് സിമ്പിളായിട്ട് തന്നെ സ്പൂണ് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മളെ മാംഗോ പീസസും കൂടെ വെച്ച് കൊടുത്തിട്ട് ഡെക്കറേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നല്ല ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ പുഡിങ്ങാണ്. അല്ലെങ്കിൽ ക്രീമും ബിസ്ക്കറ്റും എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുമ്പോൾ നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് എല്ലാ പുഡിംഗ് റെസിപ്പീസും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏതിനാണെങ്കിലും പാർട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ള പുഡിങ്ങിൻ്റെ റെസിപ്പീസാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, അസ്സലാമു അലൈക്കും.